نازنین ناز نکن در رو کسی باز نکن نازنین غر نکن زندگی موزر نکن زندگی موزر. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയാണ് എല്ലാവർക്കും സുഖമാണോ? എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടോ? അടിപൊളി അല്ലടാ മക്കളെ. ഹൗ ആർ യു? ഇത് മലയാളമാണ് കേട്ടോ പറയുന്നത്, അപ്പം മലയാളത്തിൽ തന്നെ പറയാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും സുഖമാണെന്ന് ഒരിക്കൽ കൂടെ വീണ്ടും അങ്ങനെ വിചാരിക്കട്ടെ. അങ്ങനെ വിചാരിച്ചോട്ടെ, സുഖമാണെന്ന് വിചാരിക്കുക എന്നല്ലാണ്ട് ഇപ്പോൾ നിങ്ങളെടുത്ത് വന്നിട്ട് എല്ലാവരോടും സുഖമാണോ എന്ന് ചോദിക്കാൻ പറ്റും. ഓക്കെ, റെഡി. അപ്പോൾ നേരെ ഞാൻ പോവാണ് നമ്മളുടെ ഇന്റഗ്രേഷൻ എന്ന് പറയുമ്പോൾ മലയാളം മാത്സ് രണ്ടും കൂടെ മിക്സ് ആക്കിയിട്ടാണ് നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ നമുക്കതിൽ നിന്ന് ഇപ്പോൾ മലയാളത്തിന്റെ ടെക്സ്റ്റ് ബുക്കാണ് ഞാൻ അവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. പോം വണ്ടി. അതിനു മുമ്പേ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഗോ ആൻഡ് പുട്ട് എ ലൈക്ക്. ഓക്കെ, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. പോം വണ്ടി എന്ന് പറയുന്ന പാഠം മുതലാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ പോം വണ്ടി എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഇമ്പോർട്ടൻറ്റ് പാർട്സിലൊന്നും ഞാൻ എന്ത് ചെയ്യാറില്ല സാറ്, ഈ സംഭവം മുഴുവനായിട്ട് അങ്ങോട്ട് പറഞ്ഞു പോകാറൊന്നുമില്ല. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തൊക്കെയാണോ അതൊക്കെ ഒന്ന് ജസ്റ്റ് എൻ്റെ അതിൻ്റെ ഗസ്സുകളൊക്കെയാണ് എന്ത് ചെയ്യും ഞാൻ അതൊക്കെ ഒന്ന് പറഞ്ഞു പോകും, അത്രയേ ഉള്ളൂ. യെസ് ഗൈസ്, അപ്പോൾ ഇവിടെ നമുക്ക് കാണാം കാട്ടിലൊരു വണ്ടി, പോം വണ്ടി, വലിയ വണ്ടി, വയറുള്ള വണ്ടി, കറുത്ത വണ്ടി, കണ്ണുള്ള വണ്ടി, അല്ലേ? അപ്പൊ ഒരു വാഹനത്തെ കുറിച്ച് നമുക്ക് എങ്ങനെയൊക്കെ വിശദീകരിക്കാൻ പറ്റും അങ്ങനെയൊക്കെ നമുക്ക് വിശദീകരിക്കാൻ വേണ്ടി പറ്റണം. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും നമുക്ക് പറയാനുള്ളത് ഇവിടെ ഈ ഒരു സാധനം എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു സാധനം നമുക്ക് പരീക്ഷയ്ക്ക് വന്നാൽ നമുക്ക് എഴുതി കൊടുക്കണം. കട കാളവണ്ടി. നമ്മൾ പണ്ട് മുതലേ നിങ്ങളുടെ പാരൻസും ഞങ്ങളും എല്ലാവരും ഒക്കെ പഠിച്ചു വരുന്ന ഒരു പാട്ടാണ്. കിണി സൈക്കിൾ വണ്ടി, പോം മോട്ടോർ വണ്ടി, ചുക് തീവണ്ടി, ഓടും വണ്ടി, ഒഴുകും വണ്ടി, പായും വണ്ടി, പറക്കും വണ്ടി, ചീറും വണ്ടി, ചിറകുള്ള വണ്ടി. ഇതൊന്നുമല്ല നമ്മുടെ പ്രശ്നം. നമ്മുടെ പ്രശ്നം എന്ന് പറയുന്നത് ഇതാണ്: വാഹനങ്ങളെ തരംതിരിക്കാം കരയിലൂടെ. അതായത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറെ ചിത്രങ്ങൾ തരും, അല്ലെങ്കിൽ കുറെ പേരുകൾ തരും. അധികവും ചിത്രങ്ങളാ തരും. ചിത്രങ്ങൾ തന്നിട്ട് കരയിലൂടെ പോകുന്ന വാഹനം ഏതാണ്, വെള്ളത്തിലൂടെ പോകുന്ന വാഹനം ഏതാണ്, ആകാശത്തിലൂടെ പോകുന്ന വാഹനങ്ങൾ ഏതാണ് എന്ന് പറഞ്ഞിട്ട് നമ്മളോട് ഇവിടെ തരംതിരിക്കാൻ വേണ്ടി പറയും. അപ്പൊ ഇത് ഈസി ആയിട്ട് നമുക്ക് തരംതിരിക്കാം. ഏതൊക്കെ വണ്ടി കരയിൽ കൂടെ പോകുന്നുണ്ട്, ഏതൊക്കെ വണ്ടി വെള്ളത്തിലൂടെ പോകുന്നുണ്ട്, ഏതൊക്കെ വണ്ടി ആകാശത്തൂടെ പോകുന്നുണ്ട് ചിത്രം കണ്ടാൽ നമുക്ക് എഴുതിക്കൂടെ? സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എഴുതാൻ പറ്റും. പിന്നെ ഞാൻ കണ്ടവ കയറാത്തവ ജസ്റ്റ് ഒന്ന് നോക്കുക, അത്രയേ ഉള്ളൂ. പിന്നെ ഇവിടെ ഒരു സംഭവ പ്രവർത്തനം, എനിക്ക് ഇഷ്ടപ്പെട്ട വാഹനം, ഒരു ഇഷ്ടപ്പെട്ട വാഹനം. അപ്പൊ നിങ്ങൾക്ക് കാറാണ് ഇഷ്ടമെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് കാറ് വരച്ചു കൊടുക്കുക. എനിക്ക് കാറാണ് ഇഷ്ടം, അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ കാറ് വരച്ചു കൊടുക്കുകയാണ്. അപ്പൊ കാർ ഇവിടെ വരച്ചു കൊടുക്കുക. നിങ്ങൾക്കും കാറാണ് ഇഷ്ടമെങ്കിൽ എന്ത് ചെയ്യുക, കാറ് വരയ്ക്കുക ഇഷ്ടം പോലെ. ആ വാഹനത്തെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്, കാറിനെ പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത് എന്തൊക്കെയാണ്, കാറിനെ പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത്, കാറിന് എത്ര ടയർ ഉണ്ടാവും, കാറിന്റെ കളറ്, എന്തുകൊണ്ടാണ് ഇഷ്ടം, അതൊക്കെ പഠിച്ചിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ഈ സംഭവം ഇവിടെ എഴുതി കൊടുക്കുക. ഇത് നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങളെ നോട്ട് ബുക്കിലും നിങ്ങൾ എഴുതിയിട്ടുണ്ട്. ഈ ഒരു സാധനമാണ് മക്കളെ എനിക്ക് ഇഷ്ടപ്പെട്ട വാഹനം. അതേപോലെ തന്നെ കരയിലൂടെ, വെള്ളത്തിലൂടെ, ആകാശത്തിലൂടെ പോകുന്നത് ഏതൊക്കെയാണെന്നുള്ളത് എഴുതാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കഴിഞ്ഞ ഈ ഒരു പരീക്ഷ ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട് ചില കുട്ടികൾക്ക്. അതായത് ഈ ഹൈസ്കൂൾ അറ്റാച്ച്ഡ് ആയിട്ടുള്ള സ്കൂൾ ഉണ്ടാവില്ലേ, അതായത് 8, 9, 10 ക്ലാസ് ഒക്കെ ഉള്ള സ്കൂൾ ഉണ്ടാവില്ലേ, അവർക്ക് ഓൾറെഡി പരീക്ഷ കഴിഞ്ഞ് ഇന്റഗ്രേഷൻ പരീക്ഷ കഴിഞ്ഞു വരുന്നത് അവരിങ്ങനെ ഇപ്പോൾ വെറുതെ ഇരിക്കുക. അപ്പോൾ അവർക്ക് വന്നൊരു ചോദ്യം, കഥ പറയാം എഴുതാം എന്ന് പറയുന്ന ഒരു ചോദ്യം വന്നിട്ടുണ്ട്. പിന്നീട് എന്തുണ്ടായി, കഥ എഴുതൂ എന്നുള്ളത്. അപ്പോൾ അത് വന്നുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് വരാൻ ചാൻസ് ഇല്ല, എന്നാലും ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക കേട്ടോ മക്കളെ. ഓക്കെ, അവർ കണ്ട കാഴ്ചകൾ എന്തൊക്കെയായിരിക്കും എഴുതും. ഇത് എന്തായാലും വരും, ഇങ്ങനെ എന്തായാലും വരും. ഒരു ചിത്രം തന്നിട്ട് അതിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളത് നമ്മളോട് എഴുതാൻ എന്തായാലും വരും കേട്ടോ. അവർ കണ്ട കാഴ്ചകൾ എന്തൊക്കെയായിരിക്കും എഴുതും. അപ്പൊ ഈ ഒരു ചിത്രം നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റണം, ഇതിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്ന് പറയാൻ വേണ്ടി പറ്റണം, അല്ലെ? ഈ ചിത്രത്തിൽ കുട്ടികൾ പട്ടം പറത്തുന്നുണ്ട്, പച്ച വിരിച്ച വയലുകളുണ്ട്, അതേപോലെ തന്നെ പുഴയിലൂടെ തോണിയുണ്ട്, അല്ലെ? പുഴ കാണുന്നുണ്ട്, തോണിയുണ്ട്, മരങ്ങളുണ്ട്, മലകളുണ്ട്. എന്തൊക്കെയാണ് കാഴ്ചകൾ എന്നുള്ളത് നോക്കിയിട്ട്, ചിത്രം നോക്കിയിട്ട് നമുക്ക് എഴുതാൻ വേണ്ടി വരും. അതെന്തായാലും ചോദിക്കും. ഇങ്ങനെയുള്ള ഒരു ചോദ്യം എന്തായാലും ചോദിക്കും. ഓക്കെ, റെഡി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അടുത്തത് കണ്ടെത്താം എഴുതാം എന്നാണ്. ഇതും ജസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. കണ്ടെത്താം എഴുതാം. ഇവിടെ അറകളുണ്ട്, മുറികളുണ്ട്, നീളമുള്ള വണ്ടി, ചൂളമുണ്ട്, പാളമുണ്ട്, ചീറി വരും വണ്ടി. അപ്പോൾ ഏതാ? തീവണ്ടിയാണ്. അതേപോലെ തന്നെ വട്ടത്തിൽ ചവിട്ടുമ്പോൾ നീളത്തിൽ പായും, സൈക്കിളാണ്. അതേപോലെ തന്നെ വലിയ വണ്ടിയാണ്, ഏറെ സീറ്റുകളുണ്ട്, ഏറെ യാത്രക്കാർക്ക് കയറാൻ, ടിക്കറ്റ് തരാൻ കണ്ടക്ടറുണ്ട്, ബസ്.
ഇതൊക്കെ നമുക്കറിയാം. ഇനി തോണിയെ പറ്റി നമുക്ക് എഴുതാം. ഇതേപോലെയുള്ള ഒരു സംഭവം എന്തായാലും വരും. ഇതും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓക്കെ, റെഡി. അപ്പോൾ കളിവണ്ടി നിർമ്മിക്കാം. ഒരു വണ്ടി ഉണ്ടാക്കുന്ന രീതി, ഞാൻ ഉണ്ടാക്കിയ കളിവണ്ടി ഏതാന്നുള്ളതും ജസ്റ്റ് ഒന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. യെസ്, ഇനി നമ്മൾ അടുത്തതിലേക്ക് പോവാണ്. തുമ്പി വിമാനങ്ങൾ. തുമ്പി വിമാനങ്ങൾ ഡയറി. ഡയറി എഴുതാൻ എന്നാ മക്കളെ നമ്മൾ എപ്പോഴും ഡയറി എഴുതുന്നതാ. ഒരു ഡയറി എഴുതാൻ വേണ്ടി വന്നാൽ ഇല്ലേ, നമ്മളെപ്പോഴും ഡയറി എഴുതാല്ലേ, ഒരു ഡയറി എഴുതാൻ വന്നാൽ നമുക്ക് ഈസി ആയിട്ട് എഴുതിക്കൂടെ? ഇല്ലേ, എഴുതിക്കൂടെ? അപ്പൊ ഡയറിന്റെ മക്കളും നോക്കണം. ഇനി നിങ്ങൾക്ക് ഡയറി എഴുതാൻ അറിഞ്ഞുണ്ടെങ്കിൽ ഇതാ ഇവിടെ ഒരു ഡയറി കൊടുത്തിട്ടുണ്ട്. എൻ്റെ വീട്ടിലെ ചെടിയുടെ താഴെ ഓന്തിനെ കണ്ടു, ഞാൻ അതിനെ കുറച്ച് സമയം നോക്കി, അപ്പോൾ ഓന്ത് കുഴി ഉണ്ടാക്കുന്നു, ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ പറഞ്ഞു അതിനെ ഒന്നും ചെയ്യരുത്, കുറെ കഴിഞ്ഞ് നോക്കുമ്പോൾ കുഴിയിൽ കുറെ മുട്ട, പിന്നെ ഓന്ത് തന്നെ കുഴിയിലേക്ക് മണ്ണ് നിറച്ചു, അതിനുശേഷം ഓന്തിനെ കാണുന്നില്ല. അല്ലെ, ചിത്രവും വരച്ചിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. ഡയറി എഴുതുമ്പോൾ മുകളിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡയറിന്ന് എഴുതിയിട്ടുണ്ട്, ആ ദിവസവും ഏതാണ് തീയതി എന്നുള്ളതും എഴുതിയിട്ടുണ്ട്. അപ്പൊ ഡയറി എഴുതാൻ എൻ്റെ മക്കൾക്ക്, ഡയറി നമ്മൾ ആദ്യം മുതലേ എഴുതുന്നതല്ലേ, പിന്നെ ഡയറി എഴുതാൻ എന്താ ഒരു പ്രശ്നമില്ല, ഡയറി എഴുതാൻ. ഓക്കെ, അപ്പോ ചെറുജീവികൾ. ഈ ചോദ്യം ഉണ്ടല്ലടാ, ഈ ചോദ്യം ഞാൻ പറഞ്ഞിട്ടില്ലേ, കഴിഞ്ഞൊരു പരീക്ഷ നടന്നെന്ന് പറഞ്ഞിട്ടില്ലേ, ചില സ്കൂളുകൾക്ക് അവരോട് ചോദിച്ചിട്ടുണ്ട് ഈ ചോദ്യം. കാലില്ലാത്തവ അവരോട് ചിത്രങ്ങൾ തന്നിട്ടാ ചോദിച്ചത്. അപ്പൊ എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, ഇതും ഒന്ന് നോക്കി വെക്കുക. ചിലപ്പം വന്നാലേ നമുക്ക് എഴുതിക്കൂടെ, കാലില്ലാത്തവ. ചിലപ്പോൾ നിങ്ങളോട് വണ്ടിൻ്റെതായിരിക്കും ചോദിക്കുക, കുറെ വാഹനങ്ങൾ തന്നിട്ട് ഇത് നോക്കുക, കാലില്ലാത്തവ ഏതാണ്, 4 കാലുള്ളവ ഏതാണ്, 6 കാലുള്ളവ ഏതാണ്, 8 കാലുള്ളത് ഏതാണ്, ഒത്തിരി കാലുകളുള്ളവ ഏതാണ്. ഇതൊക്കെ നമ്മൾ എഴുതിയതാ അല്ലേ. ഒത്തിരി കാലുകളുള്ളത് നമ്മൾ പഠിച്ചിട്ടില്ലേ, കുറെ ഒത്തിരി കാലുകളുള്ള ഈ ചേരട്ട എന്താ പറയാ അല്ലേ, അതൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ല. അതൊക്കെ ചിത്രത്തിൽ തന്നിട്ടുണ്ട്, ചിത്രം തരും, ചിത്രം തന്നിട്ട് നിങ്ങളോട് നോക്കിയിട്ട് എഴുതാനാ പറയാ. 4 കാലുള്ള പശു, ആടും ഒക്കെ 4 കാലുള്ള, 2 കാലുള്ള മനുഷ്യന്മാര് അല്ലേ. പിന്നെയോ കാലില്ലാത്തതോ ഈ പാമ്പ് പോലെയുള്ള സാധനങ്ങളിലെ, വഴുതാര പാമ്പ് പോലെയുള്ള സാധനങ്ങൾക്കൊന്നും കാലില്ല ഇല്ലേ. പിന്നെ 8 കാലുള്ളത് 8 കാലി, ഒക്കെ നമുക്ക് അറിയാം. റെഡി. അപ്പോ ആരുടെ കുപ്പായം എന്ന് പറയുന്ന പാഠത്തിലേക്ക് നമ്മൾ പോകുന്നു. ഇവിടെ കുപ്പായങ്ങളിലെ ഇവിടെ എന്താ ചോദിക്കുന്നത്, ഏതെല്ലാം വസ്ത്രങ്ങൾ കണ്ടിട്ടുണ്ട് പറഞ്ഞു നോക്കൂലേ. തണുതണുക്കും കാലത്ത് കമ്പിളിയാകും കുപ്പായം, ചൂട് ചൂടുന്നൊരു കാലത്ത് നേരിയതാകും കുപ്പായം, മഴ പെയ്യണ കാലത്ത് കുട പിടിക്കും കുപ്പായം, ആര് തുന്നിയ കുപ്പായം, ആരുടെയാണ് ഈ കുപ്പായം, കുട്ടികളൊന്നായി കൂടുന്നു, കുട്ടികളൊന്നായി പാടുന്നു, ഞങ്ങളുടെയാണ് ഈ കുപ്പായം, ഞങ്ങളുടെയാണ് ഈ കുപ്പായം, ഞങ്ങളുടെയാണ് ഈ കുപ്പായം, ഞങ്ങളെല്ലാവർക്കും കുപ്പായം. അപ്പൊ ഡ്രസ്സുകളെ പറ്റിയാണ് അല്ലെ. ഡ്രസ്സുകളെ പറ്റിയിട്ട് ഏതൊക്കെ തരത്തിലുള്ള ഡ്രസ്സുകളുണ്ട്, കാര്യങ്ങളുണ്ട് എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പാഠത്തിലൂടെ പഠിക്കുന്നുണ്ട്. സോഫി ചേച്ചിയുടെ വീടിന് നല്ല വൃത്തി. വീടിനും കൂട്ടുകാർക്കും വേണ്ട ഏതെല്ലാം വൃത്തിയുള്ള വീടാകാൻ, എന്തെല്ലാമാണ് വൃത്തിയുള്ള വീടാകാൻ ചെയ്യേണ്ടത്. അപ്പൊ വീടിന് വൃത്തി ഉണ്ടാവാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണം, വീട്ടുകാർക്ക് വൃത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണം, വൃത്തിയാക്കാൻ നമ്മൾ എന്തൊക്കെ സാധനങ്ങൾ ഉപയോഗിക്കും അല്ലെ. നമുക്ക് വൃത്തി വേണമെങ്കിൽ നമ്മൾ ദിവസവും കുളിക്കണം, പല്ല് തേക്കണം ഇല്ലേ, നഖം മുറിക്കണം, ഇതൊക്കെ വേണ്ടേ, ഇതൊക്കെ വേണം നമുക്ക്. വീടിന് വൃത്തിയാക്കാൻ വേണമെങ്കിലോ, വീട് വൃത്തിയാക്കണമെങ്കിൽ ഇതെന്താ അല്ലേ, പിന്നെ പൊടികളൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ തട്ടണം, വീട് നമ്മൾ തുടയ്ക്കണം, അതേപോലെ തന്നെ അടിച്ചു വാരണം അല്ലേ. ഇതൊക്കെ വീട് വൃത്തിയാക്കാൻ വേണ്ടി ചെയ്യണം. നമുക്ക് വൃത്തിയാകാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യും വേണം അല്ലേ. വസ്ത്രം വരച്ച് നിറം നൽകാം. യൂണിഫോം ധരിക്കുന്നവർ ആരൊക്കെ, പോലീസുകാര്, ഡോക്ടർമാര്, നഴ്സ്, പിന്നെയോ പഞ്ചായത്ത് വർക്കർമാര്, പോസ്റ്റ് ഓഫീസുമാര് അല്ലെ, പോസ്റ്റ്മാന് അല്ലെ, ഇവരൊക്കെയാണ് എന്ത്, യൂണിഫോം ധരിക്കുന്നത്. ഓക്കെ, റെഡി അല്ലേ, റെഡി അല്ല, യെസ്. അപ്പൊ നമ്മൾ നേരെ അടുത്തതിലേക്ക് പോവാണ്. കഴിഞ്ഞ് സാങ്കല്പിക ഡയറി ഒക്കെയാണ്. കുപ്പായം, വസ്ത്രവുമായി ബന്ധപ്പെട്ട വാക്കുകൾ എഴുതാം. വസ്ത്രവുമായി ബന്ധപ്പെട്ട വാക്കുകൾ നമുക്ക് എന്നെ ഒത്തുപിടിച്ചാൽ എന്ന് പറയുന്ന പാഠത്തിലേക്ക് നമ്മൾ പോവാണ്. ഇവിടെ നമ്മൾ ഇങ്ങനെ ഈ കാട് കത്തിയിട്ട് അല്ലേ, എല്ലാവരും കൂടെ ഓടിപ്പോവാണ്. അപ്പോൾ മൂങ്ങ തൻ്റെ തീരുമാനം മാറി, കഥ ഇഷ്ടപ്പെട്ടു, അതേക്കുറിച്ച് നിങ്ങൾ പറയൂ എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. നിറം നൽകാൻ എഴുതാം, നിറം നൽകാൻ എഴുതാം. പിന്നെ സംഭാഷണം എഴുതാൻ വരും മക്കളെ, സംഭാഷണം എഴുതാൻ വരും. അതെന്തായാലും ചോദിക്കും പരീക്ഷയ്ക്ക്. സംഭാഷണം എഴുതാം. സുന്ദരിക്കിളി, ഹേയ് സിംഹമേ, നിങ്ങളൊന്നും അറിഞ്ഞില്ലേ, ഗുഹയിൽ കിടന്ന് സ്വപ്നം കാണുകയായിരുന്നോ, ഞാനൊന്ന് മയങ്ങിപ്പോയി, എന്താ ഒരു മണം, എന്താ സംഭവിച്ചത് അല്ലേ. അപ്പൊ പറയാണ് എന്താണ്, കാട് കത്തിയ കഥയൊക്കെ പറയണ്ടേ. അപ്പൊ ചെറിയ സംഭാഷണം, ഇങ്ങനെ സംഭാഷണം എന്തായാലും വരും, സംഭാഷണം എന്തായാലും വരും. എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, ഇതൊന്ന് നോക്കി പഠിച്ചു വെക്കുക സംഭാഷണം. ഓക്കെ, റെഡി അല്ലേ.
ഇനി നാടകം കളിക്കാമാണ്. നാടകത്തിനെ പറ്റി അവിടെ പറഞ്ഞു. ഞങ്ങൾ കാട്ടിലാണ് താമസിക്കുന്നത്. ഞങ്ങൾക്ക് വേണ്ട ആഹാരം ഈ കാട്ടിൽ നിന്ന് ലഭിക്കും. കാട്ടിൽ ഒരു അരുവിയുണ്ട്. കുടിക്കാനും കുളിക്കാനുമുള്ള വെള്ളം ആ അരുവിയിലുണ്ട്. ഇനി ഇവിടെയോ, ഞങ്ങൾക്ക് ആശ്രയം ഈ കാടാണ്. ഞങ്ങൾ പല തരക്കാരുണ്ട്. കാട്ടുപൂക്കളിൽ നിന്നാണ് ഞങ്ങൾ തേൻ ശേഖരിക്കുന്നത്. വലിയ മരത്തിലാണ് കൂട് വെക്കുന്നത്. അപ്പൊ ഇവരെവിടെയാ കൂട് വെക്കുന്നത്, ഇവരെന്താ കഴിക്കുന്നത്, ഇവരെത്ര തരക്കാരുണ്ട്, ഇവരെവിടെയാ നിൽക്കുന്നതിനെ പറ്റിയൊക്കെയാണ് പറയുന്നത് അല്ലെ. അതേപോലെ തത്ത പറഞ്ഞത് എന്താന്നുള്ളത് നമുക്ക് എഴുതാനുണ്ട്. അങ്ങനെ പറഞ്ഞാൽ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റണ്ടേ. പരുന്ത് പറഞ്ഞത് എന്താ എഴുതാൻ നമുക്ക് പറ്റണ്ടേ. ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതൊന്ന് നോക്കി വെക്കാം. ഓക്കെ, റെഡി. പിന്നെ മരങ്ങളെ കൊണ്ട് നമുക്ക് എന്തൊക്കെ പ്രയോജനങ്ങൾ ഉണ്ട് എന്നുള്ളത് അല്ലേ, അത് നമ്മൾ പഠിച്ചതാണ്. അത് ജസ്റ്റ് ഒന്ന് നോക്കുക. അത്ഭുത പൂത്തിരിയിലേക്ക് നമ്മൾ പോവാണ്. ഇതിനൊക്കെ നമുക്ക് ചോദ്യങ്ങൾ വരാൻ ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചാൻസ് എടാ പാട്ട് എന്തായാലും വരും കേട്ടോ. പാട്ട് എന്തായാലും എന്ത് ചെയ്യാനുണ്ടാവും, പാട്ടുണ്ടാവും. പാട്ട് ഇതൊന്ന് നോക്കി നോക്കുക. കടം കഥ കേട്ടോ. പാട്ട് എന്തായാലും വരും. അതായത് വരികൾ കൂട്ടിച്ചേർക്കാൻ എന്തായാലും വരും. അത് ഈസി ആയിട്ട് നമുക്ക് എഴുതടോ. 3 ദിവസം ഏതെങ്കിലും ഒരു ദിവസം വരികൾ കൂട്ടിച്ചേർക്കാൻ പറ്റും. ഇത്രയേ ഉള്ളൂ. കഴിഞ്ഞത് ബലൂണുകളുടെ ഉത്സവം. താളം താളം ജിഞ്ചില ജിഞ്ചില ഓഹോ ഹോ 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 ഓഹോ ഓഹോ ഹോ. ഞാൻ പറഞ്ഞ ഇതുണ്ടല്ലോടാ, കോൺവെർസേഷൻ എന്തായാലും നോക്കണേ. അതെന്തായാലും വരിക. ചിത്രകഥയാക്കാം. എൻ്റെ നാട്ടിലെ ഉത്സവ വിശേഷങ്ങൾ ഒരു കുറിപ്പ് എഴുതാൻ വേണ്ടിയിട്ടാണ്. അതൊന്ന് നോക്കി വെക്കുക. അത്രയേ ഉള്ളൂ. കഴിഞ്ഞില്ലേ? ഇത്രയല്ലേ ഉള്ളൂ. പാഠം കഴിഞ്ഞു. അപ്പൊ ഈ സാധനങ്ങളാണ് മലയാളം പരീക്ഷയ്ക്ക് വരുന്നത്. സാറ് കുറെ സാധനങ്ങൾ ഇങ്ങനെ വട്ടട്ട് വെച്ചിട്ട് അത് വരുവേ ഇത് വരുവേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് എന്തായാലും നോക്കണം. അത് നോക്കാണ്ട് പരീക്ഷയ്ക്ക് പോകണ്ട കേട്ടോ. പിന്നെ പാഠം ഏതായാലും നിങ്ങൾക്ക് അറിയുന്നതല്ലേ. കുറച്ച് പാഠങ്ങൾ ഈ പാഠത്തിൽ എന്താ പറയുന്നതെന്നൊക്കെ നിങ്ങൾക്ക് അറിയുന്നതല്ലേ. അതായത് സംഭാഷണം എഴുതാൻ വന്നാലൊക്കെ നമുക്ക് എഴുതി കൊടുത്തൂടെ. അതായത് സംഭാഷണമൊക്കെ ചിലപ്പം വേറെ ഒരു ഇതെന്നൊക്കെ ആയിരിക്കും ചോദിക്കുക. വേറെ പുറത്തുനിന്നൊക്കെ വന്നിട്ടായിരിക്കും ചോദിക്കുക. അങ്ങനെയൊക്കെ വന്നാലും പ്രശ്നമൊന്നുമില്ല. നമുക്ക് എഴുതി കൊടുത്തൂടെ. ഓക്കെ, എന്ത് തന്നെ ആയാലും ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ട് പോയാൽ പരീക്ഷയ്ക്ക് അല്ലേ. ഓക്കെ, അപ്പൊ ഇന്റഗ്രേഷൻ അടിപൊളിയായിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, റെഡി. അപ്പോൾ അടുത്ത ഒരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ ബൈ ബൈ.